ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്പോളജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. സ്ലൈസ്ഡ് ഹെഡ് എഫക്റ്റ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം. ഈ ഒരു ഫോട്ടോഗ്രാഫിലാണ് നമ്മൾ ഇന്നത്തെ എഡിറ്റിംഗ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ആ ഒരു സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് F6 അമർത്തിയതിനു ശേഷം 1 പിക്സൽ ഫെദർ വാല്യൂ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. Ctrl J യൂസ് ചെയ്തിട്ട് ആ ഒരു സെലക്ഷനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ആ ലെയറിന് തൊട്ട് താഴെയായിട്ട് ഒരു സോളിഡ് കളർ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ലൈറ്റ് കളർ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു സബ്ജക്ട് ലെയറിലോട്ട് വന്നിട്ട് പെൻ ടൂൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചോ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പോർഷൻ സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി ആ ഒരു സബ്ജക്ട് ലെയറിനെ Ctrl T അമർത്തിയിട്ട് സ്കെയിൽ ചെയ്യുകയും നമ്മുടെ ആവശ്യാനുസരണം റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. അടുത്തതായിട്ട് പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾക്ക് സ്ലൈസ് ചെയ്യാനുള്ള ഒരു പോർഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് Ctrl Enter അമർത്തുക. ഈ ഒരു സെലക്ഷനെ Ctrl X ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് Ctrl V, അതായത് പേസ്റ്റ് ഇൻ പ്ലേസ്, ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് അതിനെ പേസ്റ്റ് ചെയ്യുക. ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾക്കൊരു 3 സ്ലൈസ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു 4 സ്ലൈസിന്റെ ലെയറിനെയും 1, 2, 3, 4 എന്ന് നമ്മൾക്ക് റീനെയിം ചെയ്യാം. ഇനി 1 എന്നുള്ള ആ ഒരു ലെയറിന്റെ തൊട്ടു താഴെയായിട്ട് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനെ ഫിൽ 1 എന്ന് റീനെയിം ചെയ്യുക. ഇനി പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്ലൈസിനെ ഫില്ല് ചെയ്യേണ്ട പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു സെലക്ഷനെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ക്രിയേറ്റീവായിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ഷേപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് അവിടെ വരക്കാം. ഇപ്പൊ നമ്മൾ അവിടെ ഒരു സിമ്പിൾ ഷേപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് Ctrl Enter അമർത്തുക. ഈ ഒരു സെലക്ഷനിൽ നിങ്ങൾക്ക് ഒരു കളറോ അല്ലെങ്കിൽ ഒരു ഗ്രേഡിയന്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾക്കൊരു ഫിൽ 2, ഫിൽ 3 ഇങ്ങനെ 2 ലെയർ കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ സെലക്ട് ചെയ്ത് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റെഡ് ഓഫ് പാത്ത് നിങ്ങൾക്ക് ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മളിവിടെ 3 ലെയറിനും ഫില്ല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫില്ലിന് പകരം നിങ്ങൾക്കൊരു ഇമേജോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഓറഞ്ച് സ്ലൈസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾക്ക് വേണ്ട പോർഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ കോപ്പി ചെയ്തിട്ട് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇമേജിൽ പേസ്റ്റ് ചെയ്യുക. ഇനി Ctrl T അമർത്തുക. എന്നിട്ട് അതിനെ സ്കെയിൽ ചെയ്യുക. അതിനുശേഷം Ctrl അമർത്തി പിടിച്ചിട്ട് നമ്മൾക്ക് അതിന്റെ പേഴ്സ്പെക്റ്റീവിൽ കുറച്ച് ചേഞ്ചസ് വരുത്താം. അതിനുശേഷം സ്വിച്ച് ബിറ്റ്വീൻ ഫ്രീ ട്രാൻസ്ഫോം ആൻഡ് വാപ്പ് മോഡ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റ്സിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മളെ ആവശ്യാനുസരണം ആ ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യുക. സോ ഇങ്ങനെയാണ് ആ ഒരു സ്ലൈസ് ചെയ്തേക്കുന്ന ഏരിയയിൽ ഒരു ഇമേജോ പാറ്റേണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ആ ഒരു സ്ലൈസിന്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫില്ലും ആ ഒരു സ്ലൈസിന്റെ നമ്പറും നിങ്ങൾ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് Ctrl T അമർത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ആ ഒരു ഫിൽ 1നെ ഷെയ്ഡ് ചെയ്യാനായിട്ട് ആ ഫിൽ 1ന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രഷിന്റെ കളർ ബ്ലാക്ക് ആയിട്ട് സെറ്റ് ചെയ്യുക. ഇനി ആ ഒരു ബ്രഷിന്റെ ഹാർഡ്നെസ് മാക്സിമം കുറച്ചിട്ടിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ലെയറിൽ വന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഷെയ്ഡഡ് ലെയർ ഫിൽ 1 എന്നുള്ള ലെയറിന്റെ ക്ലിപ്പിംഗ് മാസ്ക് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ ഒരു ഫിൽ 1 എന്നുള്ള ലെയറിന്റെ ഏരിയയിൽ മാത്രമേ ആ ഒരു ഷെയ്ഡഡ് ലെയർ വിസിബിൾ ആയിരിക്കുള്ളൂ. സോ ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫിൽ 2നെയും ഫിൽ 3നെയും ഷെയ്ഡ് ചെയ്യാം. ഇനി ആ ഒരു ഫില്ല് ചെയ്തേക്കുന്ന ലെയറിൽ നിങ്ങളുടെ ആ ഒരു ഫിൽ 1, ഫിൽ 2, ഫിൽ 3 ഈ 3 ലെയറിലും കളർ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ലെയറിൽ പോവുക. എന്നിട്ട് Ctrl U അമർത്തുക. അതായത് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ ആ ഒരു സ്ലൈഡേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം കളർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ബാക്കിയുള്ള 2 ഫിൽ ലെയേഴ്സ് കൂടി നമ്മളെ ആവശ്യാനുസരണം നമ്മൾക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇനി ആ 1, 2, 3, 4 എന്നുള്ള ആ ഒരു മെയിൻ ലെയറിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് Ctrl E അമർത്തിയിട്ട് മെർജ് ചെയ്യുക. ഇനി ഷിഫ്റ്റ് Ctrl A അമർത്തുക. അതായത് ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ ഒരു സബ്ജക്റ്റിന്റെ വൈബ്രൻസ് ആൻഡ് സാച്ചുറേഷൻ മാക്സിമം ഡൗൺ ചെയ്യുക. അതുകൂടാതെ ക്ലാരിറ്റിയിലും ഷാഡോസിലും ഹൈലൈറ്റ്സിലും കോൺട്രാസ്റ്റിലും എക്സ്പോഷറിലും ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേഞ്ചസ് വരുത്തിയിട്ട് ഓക്കെ കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഫിൽ ചെയ്ത ആ കളേഴ്സിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മെയിൻ സബ്ജക്റ്റിന്റെ കളർ ഡീസാച്ചുറേറ്റ് ചെയ്തത്. ഇനി ഈ ഒരു വർക്കിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ബ്ലാക്ക് കളർ സെറ്റ് ചെയ്തിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആവശ്യാനുസരണം ആ ഒരു ബ്രഷിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട്
അതിൻ്റെ ഹാർഡ്നെസ് മാക്സിമം കുറച്ചിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് Ctrl+T അമർത്തിയിട്ട് ആ ഒരു ലെയറിൻ്റെ ഷേപ്പ് നമ്മുടെ ആവശ്യാനുസരണം സെറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ആ ഒരു മെയിൻ സബ്ജക്റ്റിന് തൊട്ട് താഴെയായിട്ട് പ്ലേസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും